അധികാരത്തിൽ വന്ന് 3 മാസമാകാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ സതീശൻ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ജനം മടുത്തിരിക്കുകയാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയാൽ മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ സതീശന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു രൗദ്രഭാവം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. ആവശ്യമില്ലാതെയും അനാവശ്യമായിട്ടുമൊക്കെ ഇങ്ങനെ ചുമ്മാ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായി വി.ഡി. സതീശൻ മാറുകയാണ്. ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സതീശൻ സർക്കാരിനെ അവരുടെ ആദ്യ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു 3 മാസമൊക്കെ ആവാറാവുമ്പോൾ ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ച ഒരു മട്ടിലാണ്. സതീശൻ സർക്കാരിന്റെ ഭരണപരാജയം മറച്ചുപിടിക്കാൻ അർജുൻ ആയങ്കയുടെ അറസ്റ്റ് കൊണ്ടൊന്നും കഴിയില്ല എന്ന് ആദ്യമേ പറയാനുള്ളത്. ആയങ്കയെ പിടിച്ചപ്പോൾ സമാന കുറ്റകൃത്യം ചെയ്ത സംഘപരിവാറിന്റെ മുന്നണി പോരാളിയായ TG മോഹൻദാസിനെയും അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്ത് സംഭവിച്ചു? ഇന്നലെ വഞ്ചൂർ കോടതിയിൽ മോഹൻദാസിനെ കേരള പോലീസ് ഹാജരാക്കി. അപ്പോൾ തന്നെ നാണം കെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ജാമ്യം സ്പോട്ടിൽ തന്നെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രമേശ് ചെന്നിത്തല നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് TG മോഹൻദാസിനെ അടക്കം അറസ്റ്റ് ചെയ്യാൻ. അതല്ലാതെ വീട്ടിൽ വിശ്രമിക്കുന്ന TGയെ ഒളിവിൽ നിന്നുമല്ല ചെന്നിത്തലയുടെ പോലീസ് പിടികൂടിയത്. അതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ 2 അറസ്റ്റ് നടന്നപ്പോൾ അത് മഹാസംഭവമായി പെരുപ്പിച്ചു കാട്ടുന്ന മാധ്യമങ്ങളും കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെയല്ല വിലയിരുത്തുന്നത് എന്നതും പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ചവരെ പോലും പോലീസ് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരായ ഒരുപാട് പേർ ഈ നാട്ടിലുമുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകരുത്. അതിൽ തന്നെ നല്ലൊരു പങ്കും സ്ത്രീകളാണ്. ഇവർ നൽകുന്ന പരാതികളിലൊന്നും ഒരു തരത്തിലുമുള്ള നടപടികളും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം. ഒരു സ്ത്രീ പരാതി നൽകിയാൽ അവരുടെ പേരിൽ FIR ഇടുന്നു എന്നല്ലാതെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല. ആയങ്കയുടെ കാര്യത്തിൽ പോലീസ് കാണിച്ച ഈ ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ ഈ ഒരു വേഗത രാഷ്ട്രീയ കേരളം എന്തായാലും കണ്ടിട്ടില്ല. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചപ്പോഴാണ് കേരള പോലീസിന് തന്നെ മൊത്തത്തിൽ പൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് വളഞ്ഞിട്ട് ആയങ്കയെ പിടിക്കുന്ന തരത്തിൽ പോലീസ് ഓടിയത്. ഇനി ആഭ്യന്തരമന്ത്രിക്ക് പൊള്ളുന്ന തരത്തിലുള്ള എന്തെങ്കിലും പരാമർശം നടത്തിയാൽ മാത്രമേ ഈ കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയോ എന്നൊരു ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. കാരണം ഒരു നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ തൂഫാനിൽ ഒരുപാട് പേരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞെങ്കിലും ലഹരി വരുന്ന വഴിയോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൻകിട മാഫിയകളെ ഒന്നും തൊടാൻ പോലും പോലീസിന് ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ വൻകിട മാഫിയ അല്ലെങ്കിൽ ഈ ലഹരി വരുന്ന ആ ഒരു പ്രഭവ കേന്ദ്രം അത് തകർത്താൽ സ്വാഭാവികമായിട്ടും ആ ഒരു നെറ്റ്വർക്ക് തകർത്താൽ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഹരി മാഫിയകളെ പിടികൂടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ വിപത്തിനെ തുടച്ചു നീക്കണമെങ്കിൽ ആദ്യം അടിച്ച് പൊളിക്കേണ്ടത് ഇതിന്റെ പ്രധാന പ്രഭവ കേന്ദ്രത്തിൽ തന്നെ വേണം പോലീസ് വൻ രീതിയിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തേണ്ടത്. ആഭ്യന്തര വകുപ്പിനെ കോടതി എടുത്തിട്ട് കുറഞ്ഞ സംഭവങ്ങളും നിരവധിയാണ്. ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചെന്നിത്തലയാണോ അതോ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണോ അതോ വേറെ ആരെങ്കിലുമാണോ എന്ന കാര്യത്തിൽ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇപ്പോൾ സംശയമുള്ള സാഹചര്യമാണുള്ളത്.